NDA മുന്നണി മര്യാദകൾ പാലിച്ചെന്ന CK ജാനു മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ആദിവാസി ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ സ്വയംഭരണം, ബോർഡ് കോർപ്പറേഷൻ പ്രാതിനിധ്യം, രാജ്യസഭാ സീറ്റ് തുടങ്ങിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. UDF-നോടോ LDF-നോടോ സഹകരിക്കുന്ന കാര്യം ആലോചനയിലില്ല. തൽക്കാലം ഒറ്റയ്ക്ക് നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്തുമെന്നാണ് CK ജാനു പറഞ്ഞത്. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി നേതാവ് CK ജാനു ആണ് ഒപ്പമുള്ളത്. ഇന്നലെ കോഴിക്കോട് ചേർന്ന JRP നേതൃയോഗമാണ് NDA മുന്നണി വിടാനുള്ള ഒരു നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. 2016 തൊട്ട് NDAക്കൊപ്പം നിൽക്കുന്നതാണ്. മുന്നണി എന്നുള്ള നിലയിലുള്ള ഒരു പരിഗണന NDAയുടെ ഭാഗത്തുനിന്ന് ശരിക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നവും അമർഷവും നിരന്തരമായിട്ടുണ്ട് എല്ലാ സമയത്തും. ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം ഇന്ത്യൻ ഭരണഘടനയുടെ 244 വകുപ്പിൽ ഉൾപ്പെടുത്തിയതാണ് പട്ടികവർഗ പ്രദേശമാക്കാൻ. അത് ഇപ്പോൾ കേന്ദ്ര പാർലമെൻറ്റിൽ പാസ്സാക്കി തരേണ്ടതാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് പാസ്സാക്കി തരണം. ഇതിൻ്റെ പരാതികൾ നേരിട്ട് സ്റ്റേറ്റിനും നമ്മൾ കൊടുത്തിട്ടുണ്ട്, കേന്ദ്രത്തിന് നമ്മൾ നേരിട്ട് അമിത്ഷായുടെ കയ്യിൽ തന്നെ ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു പദ്ധതികൾ പോലും നമ്മളൊന്നും പറഞ്ഞിട്ട് ഈ കേന്ദ്രം ചെയ്യുകയോ അത് പരിഗണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഏതായാലും NDAയുടെ ഒപ്പം നിൽക്കുമ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന അതേ സ്ഥിതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് NDA എന്നുള്ളൊരു പേര് മാത്രം പോയി, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലെയുള്ള കാലഘട്ടങ്ങളിൽ അതിനകത്തുള്ള ഇടപെടും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇന്നലത്തെ കമ്മിറ്റിയിൽ തീരുമാനിച്ചിരിക്കുന്നത്. NDA മുന്നണി മര്യാദ പാലിച്ചില്ല. NDAയിൽ ചേരുമ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളും NDA നേതൃത്വമോ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ കേരളത്തിലെ BJP ഘടകമോ NDAയോ അതൊന്നും നടപ്പാക്കാൻ ഒരു പരിഗണനയും നൽകിയില്ല എന്നുള്ളതാണ് JRPയുടെ പരാതി. അതുകൊണ്ട് തൽക്കാലം മുന്നണി വിട്ട് പഴയതുപോലെ ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പുകളിലും കൃത്യമായ നിലപാടുണ്ടാകും. കമൽ, മാതൃ